ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നിങ്ങൾക്ക് വളരെ ഇൻഫോർമേഷൻ തരുന്നതാണ്. അതായത് ബന്ധൻ ബാങ്കിന്റെ വേക്കൻസിയാണ്. ബന്ധൻ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ബാങ്കാണ്. ICIC അല്ലെങ്കിൽ HDFC ബാങ്ക് കണക്ക് തന്നെ ഇത്രയും ഒരു റെപ്യൂട്ടഡ് ബാങ്കാണിത്. ഇവിടെ നിങ്ങൾ നോക്കണം, ബന്ധൻ ബാങ്കിന്റെ ഒരു വേക്കൻസിയാണ്. ഒരു വളരെയേറെ വേക്കൻസി ഉണ്ട്, ബമ്പർ വേക്കൻസിയാണ്. ആൾ ഓവർ ഇന്ത്യ ആണ്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും ആയിക്കോട്ടെ, ആലപ്പുഴ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇന്ത്യയിലുള്ള എല്ലാ മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഒരു എക്സ്പീരിയൻസ് അവർ ഇത്ര ചോദിക്കുന്നില്ല, പ്രഷറിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ 10ാം ക്ലാസ് പാസ്സായവർ തൊട്ടുള്ളവർക്കുള്ള വേക്കൻസി ഇതിനകത്തുണ്ട്. 10 പാസ്സായവർ, 12 പാസ്സായവർ, ഗ്രാജുവേറ്റ്, ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്, അങ്ങനെയുള്ള എല്ലാവർക്കും പറ്റിയ വേക്കൻസിയാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ എവിടൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം കാണും, കേരളത്തിൽ ഇതിന്റെ ബ്രാഞ്ച് ഉണ്ടോന്ന്. കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. ICIC അല്ലെങ്കിൽ HDFC എന്ന് പറയുന്ന കണക്ക് തന്നെ ഇതിന്റെയും ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. ഇപ്പം അതിന്റെ ഒരു മാപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിന്റെ ബ്രാഞ്ച് എവിടൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എറണാകുളം ഉണ്ട്, കൊച്ചി ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട്. കേരള, ആലപ്പുഴ, ചെങ്ങന്നൂർ, മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ, പാലക്കാട്, കണ്ണൂർ, അങ്ങനെ എല്ലാ നിങ്ങൾ അത് പേടിക്കേണ്ട. നിങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്രാഞ്ചുകൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്, എല്ലാ സിറ്റികളിലും ഉണ്ട് ബന്ധൻ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ. അപ്പൊ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള ഇവര് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ആ ലൊക്കേഷൻ അനുസരിച്ച് അവര് അതിന്റെ അലോക്കേഷൻ നടത്തും. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക. ആപ്ലിക്കേഷൻ അവരുടെ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എക്സാം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അതിന്റെ എക്സാമിന്റെ ഫീസും ഇല്ല. അതാണ് ഒരു പ്രധാന കാരണം. 3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിനകത്ത് നമ്മുടെ പരീക്ഷ ഫീസ് ഇല്ല. അത് കണക്ക് തന്നെ എക്സാമും ഇല്ല. അപ്പം ഈ ഒരു 3 കാര്യം ബെനിഫിറ്റ് തരുന്നതാണ്. അത് കണക്ക് തന്നെ 10ാം ക്ലാസ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ കേരളത്തിലെ എല്ലാ സിറ്റികളിലും, ചെറിയ സിറ്റികളിൽ പോലുമുള്ള ഒരു ബാങ്കാണ് ബന്ധൻ ബാങ്ക്. അപ്പം നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നെഗ്ലക്റ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ തള്ളിക്കളയൽ. നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. അപ്പൊ അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു 2-3 കാറ്റഗറിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്ന, ഇപ്പൊ അവിടെ തന്നിരിക്കുന്നത് ഓരോ കാറ്റഗറി ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, മാർക്കറ്റിംഗ് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ള 1-2 ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച്. അപ്പം ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ സെലക്ട് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പം നമുക്ക് അതെങ്ങനെ, ഇതിന്റെ ഏതെല്ലാം കാര്യങ്ങളാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ മറ്റുള്ള ഏജ് നിങ്ങളുടെ എന്തായിരിക്കണം, ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടി ഞാൻ ഇടുന്ന ഇത് കണക്കുള്ള വേക്കൻസികളുടെ, ബമ്പർ വേക്കൻസികളുടെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ആ സമയത്ത് തന്നെ എത്തിച്ചേരും. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും, നിങ്ങൾ അവിടെ സെലക്ട് ആയില്ലായിരിക്കും. ഒരുപക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ കൂടുതലും നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്താത്തത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ CV ശരിയായിരിക്കത്തില്ല. നിങ്ങൾ CV ശരിയായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത, അതായത് നിങ്ങൾ ഈ ഒരു വേക്കൻസിയിൽ കാണുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്തോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായി. ഇതെന്ന് പറഞ്ഞാൽ വളരെയേറെ ബമ്പർ വേക്കൻസിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കണം.
അപ്പൊ നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബന്ധൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025-2026 നോ എക്സാം. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് നോ എക്സാം നോ ഫീസ്. ബന്ധൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025-2026 നോ എക്സാം നോ ഫീസ്. ബന്ധൻ ബാങ്ക് ഹാസ് റിലീസ്ഡ് വേരിയസ് വേക്കൻസി ഇൻ ആൾ ഓവർ ഇന്ത്യ. ആൾ ഓവർ ഇന്ത്യയിൽ അവർ വേക്കൻസി തരുന്നുണ്ട്. അതൊക്കെ ഈ ഓർഗനൈസേഷനെയും ബന്ധൻ ബാങ്ക് ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ഉള്ളി. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഇത് ആൾറെഡി സ്റ്റാർട്ടഡ് ആണ്. യു ക്യാൻ അപ്ലൈ ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ. ആപ്ലിക്കേഷൻ ഫീസ് കാറ്റഗറീസിനെയും ജനറൽ OBC EWS UR നില്ലാണ്. SC ST PWD ഇത് നില്ലാണ്. ഒരു ഫീസും ഇല്ല. ആരെങ്കിലും ഇതിന്റെ പേര് നിങ്ങളോട് ഫീസ് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഫ്രോഡാണ്. നിങ്ങൾ അതിൽ ഉൾപ്പെടരുത്. ഫീസ് കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വേക്കൻസി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, കസ്റ്റമർ ഹെഡ്, ബ്രാഞ്ച് ബാങ്കിംഗ് ഓഫീസർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഓഫീസ് അസിസ്റ്റന്റ്, ഡേറ്റ അനലിസ്റ്റ്, ലോബി സർവീസ് മാനേജർ, ലോൺ ഓഫീസർ, കളക്ഷൻ എക്സിക്യൂട്ടീവ്, ക്രെഡിറ്റ് അനലിസ്റ്റ്, ബാങ്ക് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ സർവീസ്, ഫോൺ ബാങ്കിംഗ് ഓഫീസർ, ബിസിനസ് മാനേജർ, ഫീൽഡ് എക്സിക്യൂട്ടീവ്, റിസ്ക് അനലിസ്റ്റ്, ക്രെഡിറ്റ് എക്സിക്യൂട്ടീവ്, റിക്കവറി ഓഫീസർ, റിലേഷൻഷിപ്പ് മാനേജർ, സെയിൽസ് ഹെഡ്, ടെല്ലർ, സർക്കിൾ ഹെഡ്, ബിസിനസ് അനലിസ്റ്റ്, സെയിൽസ് RM. ഇത്രയും പോസ്റ്റുകളാണ്. വളരെയേറെ പോസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് 1, 2 അല്ലെങ്കിൽ 3 പോസ്റ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഫ്രീ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കണക്ക് തന്നെ എക്സാമും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കണക്ക് നിങ്ങൾക്ക് 1, 2, 3 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു സെലക്ഷൻ ആകാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. സെലക്ഷൻ പ്രോസസ്, ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV നോക്കി, നിങ്ങളുടെ CV അവരുടെ എലിജിബിൾ ക്രൈറ്റീരിയ അവരുടെ മാനദണ്ഡവുമായിട്ട് അത് മാച്ച് ആവുകയാണെങ്കിൽ അവർ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുകയും അവിടെ വെച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്ത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ജോയിന്റ് ലെറ്റർ ആ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അവരുടെ നോട്ടിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് മിനിമം ഏജ് 18, ഏജ് 42, 18 തൊട്ട് 42 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ പോസ്റ്റിനും വളരെ സാലറി വേറെ ഒരു രീതിയിലായതുകൊണ്ട് സാലറി ഇവിടെ ബെസ്റ്റ് ഇൻ മാർക്കറ്റേ പറയുന്നുള്ളൂ, അല്ലാതെ ഏത് സാലറിയാണെന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ ബന്ധൻ ബാങ്ക് ഈ ഒരു അപ്ലൈ ലിങ്ക് ആണ്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ബന്ധൻ ബാങ്കിന്റെ ഈ ഒരു പർട്ടിക്കുലർ പേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കാരിയേഴ്സ് ബന്ധൻ ബാങ്ക്. ഇവിടെ കാരിയേഴ്സ് ബന്ധൻ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ കാരിയർ ഡിസ്ക്ലൈമർ എഴുതിയിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ കാരിയർ ഓപ്പർച്യൂണിറ്റീസ് ബന്ധൻ ബാങ്ക്. It has been brought to your attention that certain individual agencies are containing. ഇവിടെ പറയുകയാണ്, അതായത് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ അങ്ങനെ ഫ്രോഡ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പൈസ ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഫ്രോഡ് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ വായിച്ചിട്ട് ഇവിടെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. ലൈഫ് അറ്റ് ബന്ധൻ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രൊവിഷണൽ, ഇഫക്റ്റീവ്, ടീം വർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് പറയാൻ, ഇവിടെ നിങ്ങൾ ഇതിൽ വന്നിട്ട് ഈ ജോയിനസ് നൗ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യണം. ജോയിനസ് നൗ ഇതിലൂടെ ഞാൻ വലുതായിട്ട് കാണിക്കാം. അപ്പൊ ഈ ജോയിനസ് നൗ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ പേജിലേക്ക് വീണ്ടും വരും. ലെറ്റസ് ബി പാർട്ട് ഓഫ് യുവർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ 3 കാര്യം ചെയ്താലേ നിങ്ങൾക്ക് 3 കാര്യം നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോം നിറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. വിച്ച് ജോബ് റോൾ ആൻഡ് ലൊക്കേഷൻ എക്സിസ്റ്റഡ് യു, കുഡ് യു ടെൽ us about yourself, ഹൗ വി ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ, അതായത് നിങ്ങൾ അവിടെ അപ്ലൈ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഒരു പാർട്ട് മാത്രം ചെയ്ത് നിങ്ങൾ 1ാം നമ്പർ എന്ന് കാണിക്കുന്ന ഇവിടെ ഈ ഒരു പാർട്ട് മാത്രം ചെയ്താൽ അത് കംപ്ലീറ്റ് ആകത്തില്ല. അവിടെ ഒരു പാർട്ട് ചെയ്ത്
കണ്ടിന്യൂ വരുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പം രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകും. രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകും. അങ്ങനെ ആ മൂന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്ന അവിടെ CV അപ്ലോഡ് ചെയ്യണം. ബാക്കി നിങ്ങളുടെ അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഹൗ ക്യാൻ വി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ട് നിങ്ങളുടെ CV അവിടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ആഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അഗ്രി ബിസിനസ്, അനലിസ്റ്റ്, ആഡിറ്റ്, ഇനിയും ഉണ്ട്, ഒരുപാട് ഉണ്ട്. ബ്രാഞ്ച് ബാങ്കിങ്, കംപ്ലൈൻസ്, കോർപ്പറേറ്റ് സാലറി, കോർപ്പറേറ്റ് സർവീസ്, ഡിജിറ്റൽ ബാങ്കിങ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്, ഹൗസ് ഫൈനാൻസ്, റിസോഴ്സ്, IT, ലീഗൽ, വിജിലൻസ്, മാർക്കറ്റിംഗ്, മൈക്രോ, അതർ, റീറ്റെയിൽ അസറ്റ്, റിസ്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പം സപ്പോസ് ചെയ്യാൻ എനിക്കിതിലുള്ള ഏത് ഒരു പർട്ടിക്കുലർ ആണെന്നുള്ള എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതർ ക്ലിക്ക് ചെയ്തുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന്. ഇതുകൂടെ നമുക്കിവിടെ കൊടുക്കണം. എൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആലപ്പി ഡിസ്ട്രിക്റ്റിലാണ്. അതുകൊണ്ട് ഞാൻ ആലപ്പി കൊടുത്തിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത്. അപ്പം ഇത് കാണിക്കുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ആലപ്പിയിലുള്ള ബാങ്കിൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആലപ്പി ചോദിച്ചത് നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ആപ്ലിക്കേഷൻ അവർ ചെയ്യുമ്പോഴത്തേക്ക് ആ ലൊക്കേഷൻ അനുസരിച്ച് നമ്മളെ ഒരു മാച്ചിങ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ആ ലൊക്കേഷനിൽ നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നുള്ളതാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നെയിം എഴുതണം. ഇവിടെ മെയിലാണോ ഫീമെയിലാണോ, അതറാണെങ്കിൽ ഇവിടെ എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. കറണ്ട് പിൻകോഡ് എഴുതണം. കറണ്ട് സ്റ്റേറ്റ് ഏതാണെന്നുള്ളത്, ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഏത് സിറ്റി ടൗൺ എഴുതണം. ഹയസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എഴുതണം. ഇയർ ഓഫ് പാസിംഗ് എന്താണെന്ന് എഴുതണം. ഇവിടെ പ്രഷർ ആണോ എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത്. നിങ്ങൾ പ്രഷർ ആണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു പ്രഷറിന് അപ്ലൈ ചെയ്യാന്ന്. പ്രഷർ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എക്സ്പീരിയൻസ് പ്രഷർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അല്ല എക്സ്പീരിയൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിന്റെ കാര്യങ്ങൾ ഇവിടെ ചോദിക്കും. ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ലാസ്റ്റ് ഓർഗനൈസേഷൻ വർക്ക്ഡ് ഫോർ, കറണ്ട് നോട്ടീസ് പീരീഡ്, ലാസ്റ്റ് ഇത്രയും ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഇത് രണ്ടാമത്തെ ആയുള്ളൂ. അപ്പൊ നിങ്ങൾ മേളിൽ നോക്കണം. ഇവിടെ 1, 2 ഹൈലൈറ്റ് ആയി. ഇനി മൂന്നാമത്തെ ബാക്കിയാണ്. എൻ്റർ യുവർ ഡീറ്റെയിൽ എന്നുള്ളിടത്ത് വീണ്ടും വരും. അപ്പൊ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. ഞാനിപ്പോ ഇത് മുന്നോട്ട് പോകാത്ത ഇവിടെ പറയുന്നുണ്ട് പ്ലീസ് എൻ്റർ യുവർ നെയിം. അവർ മൂന്നാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ട് നിങ്ങളുടെ റെസ്യൂം CV അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഈ അതേഴ്സ് എന്നുള്ള മൂന്നാമത്തെ ഹൗ ക്യാൻ വി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്നുള്ള കാര്യം. അവിടെ ഈ ഒരു 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എനിക്ക് മുന്നോട്ട് പോകാൻ, ഞാൻ ഈ ഡീറ്റെയിലൊക്കെ കൊടുക്കാൻ തുടങ്ങിയാൽ വീഡിയോ ഒരുപാട് നീളും. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ലാസ്റ്റ് മൂന്നാമത്തെ പേജ് ചെല്ലുമ്പോഴത്തേക്ക്, മൂന്നാമത്തെ ഈ ഒരു അവരുടെ കാറ്റഗറി വരുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ ബാക്കിയുള്ള അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു ഈ വീഡിയോ എന്ന് തന്നെ ഞാൻ തീരുമാനിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അത് കണക്ക് തന്നെ ഇത് കണക്കുള്ള പുതിയ ഇൻഫോർമേഷൻ, വേക്കൻസി ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഈ നല്ല പുതിയ ഇൻഫോർമേഷൻ, വേക്കൻസിയുടെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.